ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കോളേജിലെ ഓണപരിപാടി വരികയാണ്. സോ നമുക്ക് ഡ്രസ്സ് എടുക്കണം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ്. എന്നത്തെയും പോലെ ഞാൻ എപ്പോഴും ഇറങ്ങുമ്പോൾ ഇന്നും മഴ തന്നെയായിരുന്നു. സാരമില്ല, എനിക്കിപ്പോൾ ഇത് ശീലമായി ഗൈസ്. അങ്ങനെ കടപ്പാക്കടയിൽ നിന്ന് നമുക്ക് നിത്യേനെയും കിട്ടി. ഇനി നമ്മൾ ദേവികയും വെയിറ്റ് ചെയ്ത് ചിന്നക്കട നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ അവർ ഇപ്പോഴെങ്ങും വരത്തില്ലെന്ന് അറിഞ്ഞതോടെ നമ്മൾ അവിടെ നിന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്നക്കട അവിടെ ഫുൾ റൗണ്ട് കറങ്ങിയതിന് ശേഷം നമ്മൾ വരെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ദേവി എത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ദേവികയും ഇവിടെ എത്തി. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടുന്ന് നേരെ കടയിലോട്ട് പോയി. ആദ്യം സാരി എടുക്കാനായിരുന്നു പോയത്. സിൽക്ക് വേൾഡിലാണ് ആദ്യം കയറിയത്. അപ്പോൾ അഖിലേ അങ്ങോട്ട് വന്ന് അങ്ങനെ കുറേ സാരികളെല്ലാം കണ്ട് അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ എന്തായാലും അവിടുന്ന് കിട്ടി. പക്ഷേ ദേവികയ്ക്ക് മാത്രം കിട്ടിയില്ല. ഇനി നമുക്ക് ദേവികയ്ക്ക് വേറെ കടയിൽ നിന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് വെഡ്ലാൻഡിലോട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് കുറേ അരിച്ച് പെറുക്കി ദേവികയ്ക്ക് ഒരു സാരി അങ്ങനെ കിട്ടി. പിന്നെ കണ്ണാടി കണ്ട് നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ല ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. പിന്നെ അത് ഇവളെ പരിപാടി എന്ന് പറയുന്നത് കാണുന്ന പിള്ളേരെ എല്ലാം കണ്ണുരുട്ടി പേടിപ്പിച്ച് അവരെ ബലൂൺ തട്ടിപ്പറിക്കലായിരുന്നു. ആ കൊച്ചിന് എന്താ അവളെ പേടി തോന്നാത്തതുകൊണ്ട് അവൻ ബലൂൺ കൊടുത്തില്ല. പിന്നെ പാവം തോന്നിട്ട് വേറൊരു ബലൂൺ എടുത്തുകൊണ്ട് കൊടുത്തു അവൾക്ക്. അപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. കയറി കടയിൽ നിന്ന് ബലൂൺ കിട്ടാത്തതിൻ്റെ വിഷമമാണ് അവൾക്ക്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പരാഗിലോട്ടാണ് ബ്ലൗസിന് തുണി എടുക്കാൻ. അവിടെ കയറിയത് മാത്രമേ ഉള്ളൂ ഗൈസ്. അവിടെ നിന്നൊന്നും കിട്ടിയില്ല നമുക്ക്. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് കുറേ ഒരു 5-6 കട നിരങ്ങിയിട്ട് നമ്മൾ അവസാനം നമ്മൾ കല്യാണിലോട്ട് വന്നു. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളർ നമുക്ക് അവിടെ നിന്ന് കിട്ടി. എന്തായാലും കിട്ടിയതും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ഗൈസ്. രാവിലെ ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ സന്ധ്യ ആവാറായപ്പോഴാണ് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞത്. പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ കയറി പപ്സും വാട്ടർമെലൺ ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും കിട്ടിയതും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.